ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. അവരുടെ വ്യോമസേന പാകിസ്ഥാന്റെ അകത്ത് കടന്നു കയറി ആക്രമണം നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്, ബലൂചിസ്ഥാനിലെ കൊറ്റയിൽ 12ാം ഡിവിഷൻ സൈനിക ആസ്ഥാനം, ഖൈബർ പക്തൂൺ മൊഹ്മണ്ട എന്നുള്ള ഇടത്തുള്ള ഈ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം, ഖസായി ക്യാമ്പ് തുടങ്ങിയവയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. കൊറ്റയിലാണ് ഏറ്റവും കൂടുതൽ പാക് സൈനികർ കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. നമുക്കറിയാം, ഇന്നലെ വലിയ സംഘർഷമാണ് പാകിസ്ഥാനിൽ നടന്നത്. ഈ ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് US കോൺസുലേറ്റും UN കോൺസുലേറ്റും ഒക്കെ തീയിടുന്ന രീതിയിലേക്ക് ആക്രമണം വ്യാപിച്ചു. അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ ഇപ്പോൾ മരണസംഖ്യ 23 ഉയർന്നിരിക്കുന്നു. 30ഓളം പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഇതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭം തന്നെ പാകിസ്ഥാന്റെ അകത്ത് ആഭ്യന്തര പ്രക്ഷോഭം വളരെ ശക്തമായി തുടരുന്നു. ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാന്റെ കനത്ത ആക്രമണം നടന്നിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം വലിയ ആൾനാശം, അല്ലെങ്കിൽ വലിയ സൈനിക നാശം, അല്ലെങ്കിൽ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിവരം ഒഫീഷ്യലായി അഫ്ഗാനിസ്ഥാൻ അറിയിക്കുകയായിരുന്നു. ആക്രമണം നടന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാനും സ്ഥിരീകരിക്കുന്നുണ്ട്. മരണസംഖ്യ എത്ര എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ ഒരു സ്ഥിരീകരണം നൽകാത്തത്. മരണസംഖ്യ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. വലിയൊരു സംഖ്യ ഉണ്ടാകും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും അഫ്ഗാനിസ്ഥാൻ അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ അടിക്ക് വലിയ തിരിച്ചടി തന്നെ അഫ്ഗാനിസ്ഥാൻ നൽകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി അത്യന്തം സ്ഫോടകാത്മകമാണ്. കാരണം ഒരു ഭാഗത്ത് ഈ ഷീകൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയ പ്രക്ഷോഭം അത് വെടിവെപ്പിൽ കലാശിച്ചിരിക്കുന്നു. 23 പേരുടെ മരണത്തിലേക്ക് അത് കലാശിച്ചിരിക്കുന്നു. മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം. ഇതേ അവസരത്തിൽ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണെങ്കിൽ പാകിസ്ഥാന്റെ നില വളരെ വളരെ പരിതാപകരമായി മാറും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.